ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് നോക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, അവിടെ 39 സീറ്റുണ്ട്. മതേതരത്വം പറഞ്ഞ ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയത് ഒരു സീറ്റാണ്, CPM. ഞങ്ങളുടെ സ്വതന്ത്രനായിട്ട് ഒരാൾ ജയിച്ചു. കോൺഗ്രസ് മതേതരത്വം പറയുന്ന പാർട്ടി കിട്ടിയ 2 സീറ്റാണ്. അവിടെ വർഗീയത പറഞ്ഞ BJPക്ക് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ 12 സീറ്റ് ജയിച്ചു. അപ്പോൾ ഏത് മതവിഭാഗത്തിന്റെ വോട്ടാണ് അവർക്ക് കിട്ടിയത്? അവിടുത്തെ ലീഗ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് 22 സീറ്റ് ജയിച്ചു. ഈ പറഞ്ഞ BJP ജയിച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിലെന്ത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ്ട് പ്രത്യേക മതവിഭാഗത്തിന്റെ പേര് വായിക്കാൻ, അങ്ങനല്ലേ പറഞ്ഞത്? കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചത്, ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല. ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട്. കാരണം വർഗീയമായ ചേരിതിരിവ് വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു. 22 സീറ്റ് ലീഗിന് കിട്ടിയതും 12 സീറ്റ് BJP കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തിൽ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ടാകാൻ പാടില്ല. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ബഹുമാനായ കാന്തപുരത്തിന്റെ സമ്മേളനത്തിൽ ആ പറഞ്ഞ പദം പറയാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹം ഉദ്ദേശിച്ച രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ, അത് അവിടെ പറയാൻ പാടില്ല. കാരണം അവിടെ ഇരിക്കുന്ന മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട 10,000-കണക്കിന് ആളിരിക്കുന്ന സ്ഥലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നതാണല്ലോ ഇപ്പൊ അദ്ദേഹം പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോലെ മതേതരവാദി ഇന്ത്യയിലുണ്ടോ? ഉണ്ടോ? നിങ്ങളെടുത്ത് പരിശോധിക്കുക. ഏത് പ്രതിസന്ധിയിലാണ് മൈനോറിറ്റിയുടെ കൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കാഞ്ഞത്? എല്ലാ ഘട്ടത്തിലും നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒരു രാഷ്ട്രീയ നേതാവല്ലേ? ഇവിടെ വർഗീയ കലാപങ്ങൾ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്ത് കേരളം നടക്കുന്നില്ല. ആ വർഗീയ കലാപം നടന്ന ആരുടെ കാലത്താണ്? ആ വർഗീയ കലാപം നടന്ന മാറാടക്കം ധൈര്യമായി പോയി ജനങ്ങളെ ഏകോപിപ്പിച്ച് ഐക്യപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രിയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാൻ എന്തിന് ബഹുമാന്യ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ, എന്തിന് സുകുമാരൻ നായർ സാറിനെ ഉപയോഗിക്കുന്നു? അതാണ് ഞാൻ ഉന്നയിച്ചത്. അപ്പം നിങ്ങൾ പറയുന്ന ഈ പദം കേരളത്തിലെ RSSന് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റും. കാരണം ഭൂരിപക്ഷ വർഗീയതയെ നിങ്ങൾ എതിർത്ത് ന്യൂനപക്ഷ വർഗീയതയെ നിങ്ങൾ സഹായിക്കുന്നു. ആ ഭൂരിപക്ഷ വർഗീയത എതിർപ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ ശക്തിപ്പെടുമ്പോൾ ജനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോട് ന്യൂനപക്ഷ അണിനിരക്കുന്ന സാഹചര്യമുണ്ട്. അത് കാസർഗോഡ് കണ്ടു. ഇത് കേരളത്തിൽ ആവർത്തിക്കാൻ ഇടയുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ ദുരന്തം ഞാൻ പറഞ്ഞപ്പോൾ അതിനെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ച് പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇതാണ് എന്റെ വസ്തുത. താങ്കൾ പറഞ്ഞത് കാസർഗോഡ് മാത്രമല്ല, താങ്കൾ പറഞ്ഞത് കാസർഗോഡും ഒപ്പം മലപ്പുറം ജില്ലയിലും ഉണ്ട്. പറയാം, അതും നോക്കണം. എന്താ പറയട്ടെ. ഞാൻ പറഞ്ഞത് എന്താ? മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മതേതരത്വം പറഞ്ഞ CPM ഒറ്റാൾ ജയിച്ചു. അതായത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് CPM മത്സരിച്ച പൊന്നാനി പോലും ഞങ്ങൾ തോറ്റു. അല്ല, ഞാൻ പറഞ്ഞതല്ല, ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് മതേതരത്വം പറയുന്ന ഞങ്ങൾക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റും കിട്ടിയില്ലെന്നാ പറഞ്ഞത്. മതേതരത്വം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവിടെ ജയിക്കണ്ടേ, ഒരു സീറ്റ് ജയിക്കണ്ടേ? ഞങ്ങൾ ജയിക്കാഞ്ഞപ്പോൾ അവിടെ ജയിച്ചത് ലീഗിന്റെ പിന്തുണയോടി കോൺഗ്രസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അല്ലെ, ലീഗാണ് ജയിച്ചത്. അപ്പം വർഗീയതയോട് സമരസപ്പെട്ടു പോകുന്ന സമീപനം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നടക്കുന്നു, അല്ലെ വളർന്നു വരുന്നു എന്ന ഒരു കാഴ്ചപ്പാടാണ് ഞാൻ വെച്ചത്. അത് ചർച്ച ചെയ്യപ്പെടാം. അത് ചർച്ച ചെയ്യേണ്ട, ഇല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട. അത് വേറൊരു രൂപത്തിൽ ടെസ്റ്റ് ചെയ്യേണ്ട. ഞാൻ ഏതെങ്കിലും ഞാൻ അങ്ങേറ്റം മതേതരവാദിയാണ്. ഞാൻ ഈ കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത അങ്ങേറ്റം എതിർക്കുന്ന ആളാണ്. നിഷ്പക്ഷമായി ജനങ്ങൾ ഏകോദര സൗകര്യങ്ങളെപ്പോഴും ജീവിക്കണം. ഇവിടുത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കണം. ആ ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടി BJPയുടെ ഭാഗത്തു നിന്നോ, അല്ലെ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നോ, അല്ലെ ലീഗിന്റെ ഭാഗത്തു നിന്നോ, അല്ലെ ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നോ വരുന്നു. അത് അപകടമാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, പറയാത്ത നിങ്ങളെന്തിനാ പറയുന്നത്? നിങ്ങളെന്തിനാ
നിങ്ങൾ ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾ ആവശ്യമില്ല പറഞ്ഞത് പറയട്ടെ. ഞാൻ അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദി. ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJP ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേരും നോക്കിയാൽ മതി ഞാൻ പറഞ്ഞോളൂ. കാസർഗോഡ് മാത്രം എടുത്ത് പറയുമ്പോൾ അതൊരു അസ്വാഭാവികതയില്ല. ഒരു മതേതര സമൂഹത്തിൽ അത് ബ്രാക്കറ്റ് ചെയ്ത് പറയല്ലേ അവിടെ എല്ലാ വിഭാഗം മാറി നിങ്ങൾ കാസർഗോഡും വരുമ്പോൾ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ അത്? നിങ്ങൾ നിങ്ങളുടെ കൈവച്ചാൽ മതി. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. മന്ത്രി സജി ചെറിയാൻ നയം വ്യക്തമാക്കിയായിരുന്നു. കേരളം കണ്ട ഏറ്റവും മതേതരവാദി വാദികളിൽ ഒരാൾ താനെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. എന്തായാലും പത്രക്കാരുടെ വിചാരണയിലേക്ക് പോകാതെ അദ്ദേഹം രക്ഷപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.